നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്ക് പിന്നാലെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിലെ വാക്പോരുകളെയും വിവാദങ്ങളെയും വിമർശിച്ച് RSS തലവൻ മോഹൻ ഭാഗവത് രംഗത്ത് വന്നിരിക്കുകയാണ്. അഹങ്കാരമുള്ള ഒരാൾക്ക് യഥാർത്ഥ ജനസേവകനാകാൻ കഴിയില്ലെന്ന് പറഞ്ഞ മോഹൻ ഭാഗവത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP നേതാക്കൾ മാന്യത പാലിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ RSS പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കവെയായിരുന്നു ഭാഗവതിന്റെ പ്രസ്താവന. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ആദ്യമായാണ് മോഹൻ ഭാഗവത് പ്രതികരിക്കുന്നത്. ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുന്നുള്ളൂ. അവർക്ക് താൻ ചെയ്യുന്നതിനെ കുറിച്ച് അഹങ്കാരം ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സേവകനാകാൻ അവകാശമുള്ളൂ എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ സാധിക്കാതിരുന്ന BJP ഘടകകക്ഷികളുടെ പിന്തുണയിൽ അധികാരമേറ്റ സമയത്താണ് RSS തലവന്റെ പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ മണിപ്പൂരിൽ തുടരുന്ന ആക്രമണങ്ങളിൽ ആശങ്കയും മോഹൻ ഭാഗവത് പങ്കുവച്ചു. എല്ലായിടത്തും സാമൂഹിക പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നത് നല്ലതല്ല. കഴിഞ്ഞ ഒരു വർഷമായി മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് സമാധാനപരമായിരുന്നു. പക്ഷെ പെട്ടെന്ന് രൂപപ്പെട്ടതോ സൃഷ്ടിക്കപ്പെട്ടതോ ആയ തോക്ക് സംസ്കാരം മണിപ്പൂരിൽ ഇപ്പോഴും ജ്വലിക്കുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന പ്രശ്നങ്ങളിലേക്ക് ആരാണ് ശ്രദ്ധ ചെലുത്തുക? അതിനൊക്കെ മുൻഗണന നൽകി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം സമവായം കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യവും ഭാഗവത് എടുത്തു പറഞ്ഞു. മണിപ്പൂരിലെ വംശീയ കലാപം പരിഹരിക്കുന്നതിൽ രണ്ടാം മോദി സർക്കാർ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. സാമൂഹിക വിഭജനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തി. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അസത്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇങ്ങനെയാണോ അറിവ് ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയാണെങ്കിൽ രാജ്യം എങ്ങനെ പ്രവർത്തിക്കുമെന്നും ഭാഗവത് ചോദിച്ചു. പ്രതിപക്ഷമെന്നാൽ ശത്രുവല്ലെന്നും ഭാഗവത് ഓർമ്മിപ്പിച്ചു. മോദി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയാണ് ഇത്രയും കാലം ഭരിച്ചതെന്നും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പ് വേളയിൽ നരേന്ദ്രമോദി നടത്തിയ വർഗീയ പരാമർശങ്ങളെയും വിവാദങ്ങളെയും പരോക്ഷമായി വിമർശിക്കുന്നതാണ് ഭാഗവതിന്റെ പ്രസംഗമെന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്.